ദേവന്മാരുടെ ദേവനായ മഹാദേവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, കൂവളത്തിലാണ്. കൂവളത്തിൻ്റെ കായാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആ നല്ല മണമുള്ള വാനില പിന്നെ പൈനാപ്പിളൊക്കെ മാറി നിൽക്കുന്ന നല്ല മണമുള്ള കൂവളത്തിൻ്റെ കായാണിത്. കേരളത്തിൽ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ പല ആൾക്കാരും തെറ്റിദ്ധരിച്ച് വെച്ചേക്കുന്നത് ഇതൊരു വിഷക്കായാണെന്നാണ്. ഏതാണ്ട് കാഞ്ഞിരത്തിൻ്റെ കായ കാണുന്ന കണക്കാ കൂവളത്തിൻ്റെ കായ പലരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കൂവളത്തിൻ്റെ വിഷമല്ല, ഇത് വിഷമല്ല. ഞാൻ കഴിച്ച് കാണിക്കാം. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ ഒരുപാട് സർബത്തുണ്ടാക്കാനും അതിനും ഇതിനും എല്ലാം വാങ്ങിച്ച് കഴിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. ഗൂഗിളിൽ വുഡ് ആപ്പിൾ എന്നാണ് ഇതിന് അടിച്ചു കൊടുത്താൽ അതിൻ്റെ ഡീറ്റെയിൽ കിട്ടുന്നത്. ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. തോട് നല്ല കട്ടിയാണ്. ഇതാണ് ഇതിൻ്റെ ഉൾവശം, നല്ല മണമാണ്. അതിൻ്റെ ഉൾവശം കണ്ടോ. ഇത് നമ്മൾ പേരിക്കും പഴുത്തത്, പഴുത്തിട്ടില്ല. പഴുക്കുമ്പോൾ ബ്ലാക്ക് കളറാവും. ബ്ലാക്കല്ല, ഒരു കാപ്പിപ്പൊടി കളറിലൊക്കെ ആവും. അത് നല്ല മണമാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആരും മരിച്ചൊന്നും പോകത്തില്ല. ഇത് ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ട്, വുഡ് ആപ്പിൾ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണിത്. ഇത് സർബത്ത്, അതുപോലെ തന്നെ ഷുഗറുകാർക്കൊക്കെ നല്ല ബെറ്റർ ആണെന്നാണ്. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾ, ഞാൻ പറയുന്നത് കേൾക്കണ്ട. വുഡ് ആപ്പിൾ എന്ന് ഗൂഗിൾ ചെയ്താൽ മതി. ആണ് അതിൻ്റെ കുരു, വിത്ത്. നമ്മൾ പറയുന്നതൊക്കെ ഭയങ്കര മധുരമൊന്നുമില്ല, ഒരു ചെറിയ ഒരു പുളിപ്പ്. നമ്മുടെ വാളംപുളിയുടെ ഒരു ടേസ്റ്റ്, അത്രയും പുളിയില്ല, അത്രയേ ഉള്ളൂ. കാണാനൊക്കെ സൂപ്പറാണ്. തോടിന് നല്ല കട്ടിയാണ്. ഇത് വിഷമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് വിഷമല്ല. ഒരുപാട് മെഡിസിൻ ബെനിഫിറ്റുള്ള നല്ലൊരു കായാണ്.